ഇറാന് അമേരിക്ക $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് നൽകുമെന്ന വാർത്ത നിഷേധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും അമേരിക്ക ഇറാന് ഫണ്ട് നൽകുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങളാണ് അവകാശപ്പെട്ടത്. അതേസമയം ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കിയാൽ ഗൾഫ് കോസ്റ്റ് രാജ്യങ്ങൾ പുനർനിർമ്മാണത്തിൽ നിക്ഷേപം നടത്തിയേക്കാം എന്ന് JD വാൻസ് CBSനോട് പറഞ്ഞു. ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട സ്വത്തിലെ $24 ബില്യൺ നൽകാമെന്നും ധാരണാപത്രത്തിൽ ഇല്ല എന്ന് വാൻസ് അറിയിച്ചു. ഇറാന് പുനർനിർമ്മാണ ഫണ്ടായി അമേരിക്ക $300 ബില്യൺ നൽകുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങളാണ് ആദ്യം പ്രചരിപ്പിച്ചത്. കരാറിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള അഭിമുഖത്തിൽ CBC ന്യൂസ് പ്രതിനിധി എഡ് ഒഫീഖ് ഈ ചോദ്യം ഉന്നയിച്ചു. ഇറാൻ അമേരിക്കൻ നികുതി പണത്തിൽ നിന്ന് $300 ബില്യൺ നൽകുമെന്ന വാർത്ത തെറ്റാണെന്ന് വാൻസ് മറുപടി പറഞ്ഞു. ഇറാന്റെ പുനർനിർമ്മാണത്തിൽ ഗൾഫ് മേഖലാ രാജ്യങ്ങൾ ഒരുപക്ഷെ നിക്ഷേപം നടത്തിയേക്കാമെന്നാണ് ആ $300 ബില്യൺ കഥയുടെ പിന്നിലുള്ള കാര്യമെന്ന് വാൻസ് പറഞ്ഞു. Well, and that's the sort of thing they could have access to, funded by the Gulf Coast Coalition, so long as they honor their end of the obligation. I think that one of the things you're going to see, Ed, and people have to be skeptical of this, is that the hardliners in the Iranian system will overemphasize the benefits that Iran gets while underemphasizing all the things that they have to concede and all the things they have to provide in order to get these benefits. So we absolutely are open to the Gulf Coast countries investing in the reconstruction of Iran, but only if Iran ends their nuclear program, ends their enriched stockpile of material, and is really open to an inspections and enforcement regime that gives the American people confidence they're never going to have a nuclear weapon. ഇറാൻ ആണവായുധ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നും വാൻസ് അഭിമുഖത്തിൽ പറയുന്നു. US ഉപരോധം മൂലം മരവിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇറാനിയൻ വിദേശ നിക്ഷേപ ഫണ്ടിൽ നിന്ന് $24 ബില്യൺ US വിട്ടുനൽകുമെന്ന കാര്യവും കരാറിലില്ലെന്ന് JD വാൻസ് പറഞ്ഞു. സമവായ മേശയിൽ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ $24 ബില്യൺ കാര്യം കടലാസിൽ എവിടെയും പക്ഷേ ആ സ്വത്തിന്റെ കാര്യം ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് JD വാൻസ് കൂട്ടിച്ചേർത്തു. Well, again, Ed, we're open to a lot of things that are on the table, but that $24 billion just doesn't appear anywhere in any of the texts that we've talked about with the Iranians. ഇറാനിലെ തീവ്ര നിലപാടുകാരാണ് കരാറിനെ സംബന്ധിച്ച് വ്യാജ പ്രചാരണം നടത്തുന്നതെന്ന് JD വാൻസ് പറഞ്ഞു. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അതേസമയം കൃത്യമായ ആണവ പരിശോധനയ്ക്ക് തയ്യാറാവുകയും കരാറിനോട് പ്രതിബദ്ധത പുലർത്തുകയും ചെയ്ത് മുന്നോട്ടു പോയാൽ മരവിപ്പിക്കപ്പെട്ട ഫണ്ട് വിട്ടുകിട്ടുന്നതിനെക്കുറിച്ചുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും വാൻസ് പറഞ്ഞു. $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് ഇറാൻ US നൽകുമെന്ന വാർത്ത വ്യാജമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞു. വ്യാജ വാർത്ത ഡെമോക്രാറ്റുകളുടെ സൃഷ്ടിയാണെന്നും ട്രംപ് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.